ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോണത് മാരുതിയുടെ സെലേറിയോ എന്ന് പറഞ്ഞ ആ ഒരു കോമ്പാക്ട് കാറാണ്. ഇപ്പോൾ സെലേറിയോനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു ബഡ്ജറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് ഫാമിലിക്കൊക്കെ പോകാൻ പറ്റിയ ഏറ്റവും നല്ല വണ്ടി തന്നെയാണ് സെലേറിയോ. എസ്പെഷ്യലി നമുക്ക് ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഒരു ഒതുക്കത്തിന് ഓടിച്ചു നടക്കാൻ പറ്റിയ, ടൗണിൽ കൂടിയൊക്കെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനും ഓടിച്ചു നടക്കാനൊക്കെ പറ്റിയൊരു വണ്ടി തന്നെയാണ് സെലേറിയോ. ഇപ്പോൾ വിദേശത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ നാട്ടിലേക്ക് വന്നിട്ട് പുതിയൊരു വണ്ടി വാങ്ങാൻ താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് സെലേറിയോന് കൊടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നല്ല മൈലേജ് ഉണ്ട്, ഒരു ചെറിയൊരു വണ്ടിയാണ്. ചെറിയ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ചെറുതൊന്നുമല്ല, നമ്മുടെ ഓൾട്ടോനേക്കാളൊക്കെ എന്തുകൊണ്ട് വലുതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു സ്വിഫ്റ്റിന്റെ ഏകദേശം ഒരു സ്പേസ് ഒക്കെ ഉണ്ടാവും എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാം. അത്രയും ഇല്ലെങ്കിലും ആ ഒരു സ്പേസ് നമുക്ക് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടും. പിന്നെ ഇത് 44,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർ VXI വണ്ടിയാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോന്റെ എൻഡിൽ പറയുന്നതാണ്. കാരണം ഇതിന്റെ എവിടെ വന്നാൽ കാണാൻ പറ്റും, ലോൺ കാര്യങ്ങൾ ഇതൊക്കെ വീഡിയോന്റെ എൻഡിൽ പറയുന്നതാണ്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് വേഗം വണ്ടി കണ്ടിട്ട് തിരിച്ചു വരാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2014 മോഡൽ സെലേറിയോ. ഈ സെലേറിയോൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇത് 1000 cc പവറാണ്. ഇത് പെട്രോൾ എഞ്ചിനാണ്, VXI ആണ്. അതേപോലെ ടോർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 90 Nm at 3500 RPM കിട്ടും. അതേപോലെ നിങ്ങൾ ഫ്യൂൽ ടാങ്ക് നോക്കുകയാണെങ്കിൽ 35 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് വരുന്നത്. അതേപോലെ തന്നെ ഇത് പെട്രോൾ വേരിയൻ്റ് ആണ്. മാക്സിമം പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ 67 bhp 6000 RPM നമുക്ക് കിട്ടും. അതുപോലെ ബൂട്ട് സ്പേസ് 235 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് ഈ വണ്ടി നമുക്ക് നിലവിൽ തരുന്നുണ്ട്. ഇതിൻ്റെ മൈലേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 20 to 21 km/ലിറ്റർ നമുക്ക് മൈലേജും ഈ വണ്ടി നമുക്ക് തരുന്നുണ്ട്. വേറെ നമുക്ക് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ കളറാണ്. ഈ കളർ കുറച്ച് റെയർ കളറാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്ലൂയിഷ് കളർ എപ്പോഴും സെലേറിയോക്ക് നല്ലൊരു രീതിയിൽ ഇണങ്ങുന്നൊരു കളർ തന്നെയാണ് ഈ ബ്ലൂയിഷ് കളർ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും എന്താ പറയുക, ആ ഒരു ഗ്രില്ല് സെലേറിയോൻ്റെ നമുക്ക് എന്താ പറയുക എടുത്ത് ട്രേഡ് മാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ഇതിൻ്റെ ഗ്രിൽസ് തന്നെയാണ്. ആ ഗ്രിൽസ് ഒരു സ്മോൾ ആൻഡ് കോമ്പാക്ട് ഗ്രില്ലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സെലേറിയോ നമുക്ക് എടുത്ത് എവിടെ നിന്നാലും നമുക്ക് എടുത്തറിയാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഹെഡ് ലാമ്പ്, അതേപോലെ ബോണറ്റ്, അതേപോലെ നമുക്ക് ഗ്രില്ലായിട്ടുള്ള സീറ്റിങ്, ഇതൊക്കെ നമുക്കിവിടെ നോക്കാം. ഏതൊരു യൂസ്ഡ് കാർ നോക്കുമ്പോൾ നമ്മൾ അതൊക്കെയാണ് മെയിനായിട്ട് നോക്കാറ്. ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഒരു 60% മുകളിൽ ഇപ്പോൾ ടയർ നിലവിൽ ബാക്കിയുണ്ട്. അതേപോലെ നമ്മൾ ബാക്കിലേക്ക് വന്നിട്ട് ബാക്ക് ടയറും കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കണ്ട അതേ ആ ടയറിൻ്റെ കണ്ടീഷൻ തന്നെ നമുക്ക് ബാക്കിലും ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ആ ഒരു VXIയുടെ മാർക്ക് ഇവിടെ തന്നെ താഴെ തന്നെയുണ്ട്. കണ്ടോ, VXI മാർക്ക് നമുക്ക് താഴെ കാണാൻ പറ്റും. അതേപോലെ കണ്ടോ, ഇതൊരു ഓട്ടോമാറ്റിക് ആണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക് കം മാനുവലാണ്. മാനുവൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഇതിൻ്റെ മാനുവൽ ഗിയറിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കും ഇതിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റും. അത് ഗിയർ സിസ്റ്റം ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് എല്ലാ പവേഴ്സും VXI ആയതുകൊണ്ട് തന്നെ പവർ വിൻഡോയും കാര്യങ്ങളെല്ലാം നമുക്ക് ഡോർ പാഡിൽ തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കയറി ഈ ഇൻറ്റീരിയർ ശ്രദ്ധിക്കുമ്പോൾ ഇവിടുത്തെ ആ ഒരു ഫിനിഷിങ് അത് നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് തന്നെ കാണാം. ഇനി നമുക്കിതിൻ്റെ കിലോമീറ്റർ ഒന്ന് പരിശോധിച്ചേക്കാം. ഇപ്പോൾ കിലോമീറ്റർ നിങ്ങൾ നോക്കുമ്പോൾ വെറും 43,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഇതൊരു സിംഗിൾ ഓണർ വണ്ടിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് കൂടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ബാക്ക് സീറ്റ് ആയാലും അല്ലെങ്കിൽ റൂഫ് ആയാലും അല്ലെങ്കിൽ ഡോർ പാഡ് ആയാലും എവിടെ നോക്കിയാലും നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ നമുക്ക് കൂടെ കിട്ടുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഇതിൻ്റെ റൂഫ് നോക്കിയാൽ അറിയാം, ഒരു രീതിയിലുള്ള അഴുക്കോ കാര്യങ്ങളൊന്നും ഈ വണ്ടി നമുക്ക് ഒന്നും സമ്മാനിക്കുന്നില്ല. ഇനി നമുക്ക് താഴത്തേക്ക് വന്നിട്ട് ഇതിൻ്റെ എന്താ പറയുക ആ ഒരു ഗിയർ സിസ്റ്റം അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഇപ്പോൾ സീറ്റ് നിങ്ങൾക്ക് കൂടെ കാണാം. അതേപോലെ തന്നെ ഗിയർ സിസ്റ്റം നിങ്ങൾ നോക്കണമെങ്കിൽ കാണും, ഇതിപ്പോൾ ഓട്ടോമാറ്റിക് മോഡിലായിരിക്കണം. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് M+- നിങ്ങൾ കണ്ടില്ലേ, അവിടെ നമുക്ക് മാനുവലായിട്ട് ഇവിടെ ഗിയർ ചേഞ്ചും ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് സെലേറിയോൻ്റെ പാസഞ്ചർ സൈഡ്. നാം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വാഗണാറോ അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന സ്വിഫ്റ്റിൻ്റെയൊക്കെ ഏകദേശം സ്പേസ് നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ക്ലെൻലിനെസ്, ഡോറായാലും നമുക്ക് ഡോറിൽ പവർ വിൻഡോസിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് തുറന്നിട്ട് ഇതിൻ്റെ ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്തിട്ട് നമുക്ക് എൻജിൻ ഭാഗം അതൊന്ന് വിശദമായിട്ടൊന്ന് കണ്ട് നോക്കിയേക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് സെലേറിയോൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം നമ്മളിവിടെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഒരു ലീക്കേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. കണ്ടോ, ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ഇല്ല. ഈ അറ്റത്ത് കാണുന്നത് തുരുമ്പൊന്നുമല്ല, അത് ജസ്റ്റ് ലീവ്സ്, ഇല വീണ് കിടക്കുന്നതാണ്, തെറ്റിദ്ധരിക്കേണ്ട. ഒരു രീതിയിലുള്ള തുരുമ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരു നല്ലൊരു ഫ്രഷ് പീസായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ വണ്ടിയെ എടുത്ത് പറയാം. അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ് ഈ ഒരു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2014 മോഡൽ സെലേറിയോ.
ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഇതിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കിയേക്കാം. കാരണം ബൂട്ട് സ്പേസ് നമ്മൾ എല്ലാ വണ്ടിയിലും ഞാൻ എടുത്ത് കാണിക്കാറുണ്ട്. ഈ വണ്ടിക്ക് നമുക്ക് 235 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഇപ്പോൾ കമ്പനി പറയുന്നത്. അത് എത്ര ശതമാനം നമുക്ക് ലഗേജൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേക്കാം. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ബാക്കിൽ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെയുള്ളൊരു ബൂട്ട് സ്പേസ് നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട്. അത്യാവശ്യം ഒരു സ്മോൾ ആൻഡ് മീഡിയം ഫാമിലിക്ക് ഒരു പ്രശ്നവുമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ബൂട്ട് സ്പേസ് നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇതൊരു ഓട്ടോമാറ്റിക് കം മാനുവൽ വേരിയൻ്റ് ആണ് ഈ വണ്ടി. ഇത് കിടക്കുന്നത്, ഈ വണ്ടി ഉള്ളത് എറണാകുളം ജില്ലയിൽ ആലുവയിലാണ്. അപ്പോൾ ആലുവയിൽ റെയിൽവേ സ്റ്റേഷൻ സ്ക്വയറിൻ്റെ അടുത്ത് തന്നെ ഫോർമുല 1 മോട്ടോഴ്സ് എന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഈ വണ്ടി കിടക്കുന്നത്. ഈ വണ്ടി നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് കാണാം. നിങ്ങൾക്ക് ബസ് മുഖേനയും ട്രെയിൻ മുഖേനയും മെട്രോ മുഖേനയും ഇനിയിപ്പോൾ എയർപോർട്ടിൽ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്നും ജസ്റ്റ് 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു ഷോറൂം. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് കാണാം. ഇനി ഈ വണ്ടിയുടെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3,65,000 ആണ് ഇതിൻ്റെ റേറ്റ് വെച്ചേക്കണം. ഇത് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കാം, സംസാരിക്കാം. നിങ്ങൾക്ക് റേറ്റ് നെഗോഷിയേറ്റ് ചെയ്യാം. റേറ്റ് ഫിക്സ് ചെയ്തിട്ട് നേരിട്ടൊന്ന് കാണാൻ അഡ്വാൻസ് ചെയ്യാം. ഇനി ലോൺ വേണ്ട സുഹൃത്തുക്കളാണെങ്കിൽ ലോണും നമ്മൾ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ലോൺ നമ്മൾ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.